നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും അത്യന്താപേക്ഷിതമായി കൈവശം വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ്. പുതിയൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനും വായ്പകൾ അപേക്ഷിക്കുന്നതിനും വിവിധ സർക്കാർ ആനുകൂല്യങ്ങളും സബ്സിഡികളും നേരിട്ട് കൈപ്പറ്റുന്നതിനും ആധാർ നിർബന്ധമാണ്. ഇതിനു പുറമെ പുതിയ മൊബൈൽ സിം കാർഡ് എടുക്കുന്നതിനും ആദായനികുതി റിട്ടേണുകൾക്കുമായി പാൻ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിനും മറ്റ് അനേകം സ്വകാര്യ സർക്കാർ സേവനങ്ങൾ സുഗമമായി ഉപയോഗിക്കുന്നതിനും ഇന്ന് ആധാർ കാർഡ് ഇല്ലാതെ സാധിക്കില്ല. എന്നാൽ ഭൂരിഭാഗം ആളുകളും വർഷങ്ങൾക്ക് മുമ്പ് ഒരു തവണ ആധാർ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിലെ വിവരങ്ങൾ പരിശോധിക്കാനോ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനോ ശ്രദ്ധിക്കാറില്ല. കാലം കഴിയുന്തോറും നമ്മുടെ വ്യക്തിഗത വിവരങ്ങളിലും ചിത്രത്തിലും വീട്ടുപേരിലും താമസ സ്ഥലത്തും മൊബൈൽ നമ്പറിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാം. ഇത്തരം വിവരങ്ങൾ കൃത്യസമയത്ത് ആധാറിൽ പുതുക്കാതിരുന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടാനും അപേക്ഷകൾ നിരസിക്കപ്പെടാനും വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ആധാർ കാർഡ് ഉടമകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എല്ലാവരും പൂർണ്ണമായും കാണുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് തുടർന്നും ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ. പല മാതാപിതാക്കളും കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആധാർ കാർഡ് എടുക്കാറുണ്ട്. എന്നാൽ ചെറിയ കുട്ടികളുടെ വിരലടയാളവും കണ്ണിലെ ഐറിസ് വിവരങ്ങളും പ്രായവളർച്ചയ്ക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതിനാൽ അവ സ്ഥിരമല്ല. ഇതിനാൽ കുട്ടികൾക്ക് 5 വയസ്സ് പൂർത്തിയാകുമ്പോൾ ആദ്യത്തെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷനും പിന്നീട് 15 വയസ്സ് പൂർത്തിയാകുമ്പോൾ രണ്ടാമത്തെ അപ്ഡേഷനും പൂർത്തിയാക്കേണ്ടതുണ്ട്. കുട്ടിയുടെ പുതിയ ഫോട്ടോ, വിരലടയാളങ്ങൾ, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങളാണ് ഈ പ്രക്രിയയിലൂടെ സിസ്റ്റത്തിൽ പുതുക്കുന്നത്. നിശ്ചിത പ്രായത്തിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പരീക്ഷകൾക്കും സ്കോളർഷിപ്പുകൾക്കും അപേക്ഷിക്കുമ്പോഴും ഭാവിയിലെ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും തിരിച്ചറിയൽ പരിശോധനകൾ നടത്തുമ്പോഴും കുട്ടികൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ നിങ്ങളുടെ വീട്ടിൽ 5 15 വയസ്സ് തികഞ്ഞ കുട്ടികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആധാർ സേവന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഈ നടപടി പൂർത്തിയാക്കേണ്ടതാണ്. രണ്ടാമതായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറാണ്. നിലവിൽ ബാങ്കിംഗ് സേവനങ്ങൾ മുതൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ വരെയുള്ള ഭൂരിഭാഗം കാര്യങ്ങളും OTP അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ആധാറിലെ നിലവിലെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ നൽകിയ നമ്പർ പിന്നീട് കൈവിട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സേവനത്തിന്റെയും OTPയും ലഭിക്കുകയില്ല. ഇത് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും മറ്റ് സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനും വലിയ തടസ്സവും ഉണ്ടാക്കും. പഴയ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം പുതിയ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യുക. കൂടാതെ ഭാവിയിലെ പ്രധാനപ്പെട്ട വിവര അറിയിപ്പുകളും മുന്നറിയിപ്പുകളും വേഗത്തിൽ ലഭിക്കുന്നതിനായി നിങ്ങളുടെ ഇമെയിൽ വിലാസം കൂടി ആധാറുമായി ബന്ധിപ്പിച്ച് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മൂന്നാമത്തെയും നാലാമത്തെയും പ്രധാന അപ്ഡേറ്റുകൾ രേഖകളും ഫോട്ടോയും പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. 10 വർഷത്തിൽ കൂടുതൽ ആധാർ എടുത്തിട്ട് ഇതുവരെ യാതൊരുവിധ രേഖകളും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിലവിലെ തിരിച്ചറിയൽ രേഖയും വിലാസ രേഖയും നൽകി ആധാർ പുതുക്കുന്നത് അഭികാമ്യമാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറുകയോ അല്ലെങ്കിൽ പുതിയ ഐഡന്റിറ്റി കാർഡുകൾ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രേഖകൾ വച്ച് അപ്ഡേഷൻ നടത്താം. മൈ ആധാർ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ സേവന കേന്ദ്രങ്ങൾ വഴിയോ ഇത് ചെയ്യാം. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പെടുത്ത ആധാറിലെ മങ്ങിയതോ കുട്ടിക്കാലത്തേതോ ആയ ഫോട്ടോ കാരണം ഇക്കാലത്ത് ആളെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ബാങ്ക് പരിശോധനകളിലും മറ്റ് സുരക്ഷാ പരിശോധനകളിലും തടസ്സം ഒഴിവാക്കാൻ ഒരു പുതിയ ഫോട്ടോ ആധാറിൽ ചേർക്കുന്നത് വളരെ ഉപകാരപ്പെടും. അഞ്ചാമതായി നിങ്ങളുടെ ആധാർ കാർഡിലെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും ശരിയാണോ എന്ന് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ പേര്, ജനനതീയതി, വീട്ടുപേര്, ലിംഗം, പിൻകോഡ്, മൊബൈൽ നമ്പർ എന്നിവയിലൊന്നും ചെറിയൊരു അക്ഷരത്തെറ്റ് പോലും ഇല്ല എന്ന് ഉറപ്പാക്കുക. ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മറ്റു രേഖകളുമായി ഒത്തുനോക്കുമ്പോഴും ഉണ്ടാകുന്ന ചെറിയ പിശകുകൾ പോലും നിങ്ങളുടെ അപേക്ഷകൾ തള്ളപ്പെടാൻ കാരണമായേക്കാം. ഭാവിയിൽ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാകാൻ സാധ്യതയുള്ളതിനാൽ നിലവിലുള്ള തെറ്റുകൾ എത്രയും വേഗം തിരുത്തുന്നതാണ് ബുദ്ധി. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് കയ്യിലെടുത്ത് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണോ, കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയായിട്ടുണ്ടോ, രേഖകൾ കാലാനുസൃതമായി പുതുക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ ലളിതമായ പരിശോധനയിലൂടെ നിങ്ങളുടെ ആധാർ കാർഡ് സുരക്ഷിതവും ഉപയോഗപ്രദവുമാണോ എന്ന് വ്യക്തമാകും. ആധാർ കാർഡിലെ വിവരങ്ങൾ എപ്പോഴും കൃത്യമായി സൂക്ഷിക്കുന്നത് ഭാവിയിൽ സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ, പെൻഷൻ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, പുതിയ ബാങ്ക് സേവനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ നിങ്ങളെ സഹായിക്കും. വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഇത്തരം കാര്യങ്ങൾ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഇന്ന് തന്നെ സമയം കണ്ടെത്തി നിങ്ങളുടെ ആധാർ വിവരങ്ങൾ പരിശോധിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. ഈ അപ്ഡേറ്റുകളെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ ധാരണയില്ലാത്ത ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നതിനാൽ ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക. ഇത്തരത്തിലുള്ള ഉപയോഗപ്രദമായ സർക്കാർ അറിയിപ്പുകളും റേഷൻ, പെൻഷൻ വിവരങ്ങളും മറ്റ് പുതിയ പദ്ധതികളും കൃത്യമായി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.
Please subscribe our channel.